വിശ്വാസം. ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മളൊരു എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ചിന്തയുണ്ട്. അതായത് സാധാരണ എല്ലാ അച്ഛന്മാരൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കോമഡി ഉണ്ട്. അതായത് പിതാവേ എൻ്റെ ഉണ്ണീശോയെ സംരക്ഷിച്ചോളണേ, മാതാവേ എൻ്റെ ഉണ്ണീശോയെ സംരക്ഷിച്ചോളണേ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കോമഡി നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ളതാണ്. നമ്മളെ പലരും ഉള്ള ചിന്ത അതാ, നമ്മളെ സംരക്ഷിക്കാൻ, നമ്മളെ വിടുവിക്കാൻ, നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളവൻ ആരാണെന്നാ ചിന്ത. മാതാവാണ്, അല്ലെങ്കിൽ ഔസേപ്പിതാവാണ്. ഇങ്ങനെയൊക്കെ ചിന്തകളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. പക്ഷെ ആ ചിന്തയുള്ളവൻ തന്നെ ഇങ്ങനെ പാടും, സൃഷ്ടികർത്തൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് രണ്ടും നമ്മൾ ഒന്നിച്ചു പോകത്തില്ല, രണ്ട് വഴിക്കേ പോകത്തുള്ളൂ, അല്ലേ? ഒന്നിച്ചു പോവോ? ഒരു രീതിയിലും ഒന്നിച്ചു പോകത്തില്ല. നമ്മുടെ വീട്ടിൽ പാമ്പ് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് പാമ്പ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ പാമ്പ് വന്ന് എന്ത് ചെയ്യും? ഗീവറേസ് ഉണ്ണാളാ ഈ പാമ്പിനെ ഒന്ന് ഓടിച്ചു കളയണേ. കാരണം പുള്ളി അതിൻ്റെ പ്രത്യേകം സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് പാമ്പിനെ ഓടിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വിചാരം ഗീവറേസ് ഉണ്ണാളിനൊരു വടിയും കൊടുത്ത് കർത്താവ് നിർത്തിയിരിക്കുക, സകല പാമ്പുകളെ ഓടിക്കുന്നതാണ് പുള്ളിയുടെ പരിപാടി എന്ന് വിചാരിച്ചിരിക്കുന്നത്, അല്ലേ? ചില ഈ ATM-ൻ്റെ ഒക്കെ ഫ്രണ്ടിൽ സെക്യൂരിറ്റീസ് കാണും. എന്തിനു വേണ്ടിയിട്ടാ? ആളുകൾ കട്ടുകൊണ്ട് പോകാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാനായിട്ട്. അപ്പം നമ്മുടെ വീട്ടിൽ പാമ്പ് കയറാതിരിക്കാനുള്ളൊരു സംരക്ഷകനാണ് ഗീവറേസ് ഉണ്ണാളെന്നാണ്. മിക്ക വീടുകളിലും അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് പാമ്പ് കയറാതിരിക്കാനായിട്ട്. ഗീവറേസ് ഉണ്ണാളിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ചിന്ത പലപ്പോഴും വികലമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്യും, നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ വേറെ വഴിക്ക് പോവുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച് വെച്ചിരിക്കുക. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവനിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. യേശുവാണ് സകലതും സൃഷ്ടിച്ചത്. കാരണം അവൻ വചനമാണ്. ആ വചനം ഉണ്ടാകട്ടെ എന്ന് വാക്കുകൊണ്ട് ഈ ഭൂമിയും സകലതും അവൻ സൃഷ്ടിച്ചു. സകലത്തിൻ്റെയും സൃഷ്ടാവായി യേശു ഇന്ന് എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരൊന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനി യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്നവനാണ്, യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുന്നവനാണ്. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയും, നേരെ തിരിച്ചും പറയും, വേറെ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. പലപ്പോഴും അങ്ങനെയല്ലേ? യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് എൻ്റെ ഉള്ളിൽ യേശുവാണെന്ന ബോധ്യം വന്നിട്ട് നേരെ എന്ത് ചെയ്യും? അവിടെയുള്ള ഏതെങ്കിലും വിഗ്രഹത്തിനെ കെട്ടിപ്പിടിക്കും, അതിനെ പോയി ഉമ്മ വയ്ക്കും. ഇങ്ങനെയുള്ള സകല കലാപരിപാടികൾ നമ്മൾ ചെയ്യും. കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്, സൃഷ്ടാവായ ദൈവം എൻ്റെ ഉള്ളത്തിൽ വസിക്കുന്നു എന്ന ചിന്ത നമുക്കുണ്ടാകണം. എത്ര പേർക്ക് ആ ചിന്തയുണ്ട്? എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുക, എൻ്റെ കർത്താവ് സൃഷ്ടാവായ സർവ്വസൃഷ്ടാവായ ദൈവം എൻ്റെ ഉള്ളത്തിലാണ് വസിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ആ ദൈവമുണ്ട്. എൻ്റെ ഉള്ളിൽ, ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ എൻ്റെ യേശു വസിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുക, നിങ്ങൾ എന്നിൽ വസിക്കുമ്പോൾ ഞാനും എൻ്റെ പിതാവും വന്ന് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കുമെന്ന് വാഗ്ദാനം ചെയ്തവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിനി മറ്റൊന്നിനെയും പുറകെ പോകണ്ട. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മുടെ യേശു ഉണ്ട് എന്നൊരു ബോധ്യമുണ്ടാകണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. നമുക്കിരിക്കാം കുറച്ചു നേരം, 1-2 വചനങ്ങളൊന്ന് ചിന്തിച്ച് നമ്മൾ വീണ്ടും തുടർന്നും ആരാധനയിലേക്ക് കടന്നു പോകുക. അതുവരെ നമ്മൾ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ദൈവത്തെ അറിയുന്ന എല്ലാവർക്കും ക്രിസ്ത്യാനിക്ക് കഷ്ടതയുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയുണ്ടോ? ക്രിസ്ത്യാനി കഷ്ടതയെല്ലാം മാറാൻ വേണ്ടിയിട്ടാണോ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുന്നത്? ആണോ? പഴയ നിയമസഭയിൽ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും, ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളൊക്കെ ചില കഷ്ടതയിലൂടെ, ചില വേദനയിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളൂ. അല്ലാതെ ഓടിപ്പടഞ്ഞ് നേരെ അപ്പുറത്ത് കടന്നിട്ടില്ല. നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബ് ആകട്ടെ, ഇങ്ങോട്ട് താഴോട്ട് ഏത് വ്യക്തിയെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. യാക്കോബ് ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തോട് ചേർന്ന് നിന്നു. ദൈവത്തെ അവൻ ആദ്യമായിട്ട് കാണുന്ന അവൻ്റെ ചേട്ടനെ പറ്റിച്ചിട്ട് അവൻ മറ്റൊരു ദേശത്തേക്ക് പോകുമ്പോഴാണ് ദൈവത്തെ അവൻ കാണുന്നതും അവിടെ വെച്ച് ബഥേൽ എന്ന് കാര്യങ്ങളൊക്കെ പറയുന്നതും ദൈവത്തെ ദർശിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു രാത്രി അവനൊരു ഗോണിയിൽ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ കണ്ട് ആ ദർശനമെല്ലാം കഴിഞ്ഞ് യാക്കോബ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യാക്കോബിന് 21 വർഷം എന്തായിരുന്നു? സന്തോഷമായിരുന്നോ? പ്രശ്നങ്ങളായിരുന്നോ? 21 വർഷം ലാബാൻ്റെ കീഴിൽ യാക്കോബിന് ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും, കഷ്ടപ്പെട്ട് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവൻ എന്ത് ചെയ്തത്?
തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനായിട്ട് അവന് കഴിഞ്ഞത്. 21 വർഷം ഏകദേശം കഷ്ടതയും പ്രതികൂലങ്ങളും പ്രതിസന്ധിയും തന്നെയാണ് യാക്കോബിൻ്റെ മുൻപിൽ നിന്നത്. പിന്നെ അങ്ങോട്ട് നമ്മൾ യാക്കോബിൻ്റെ മക്കളെ നോക്കിക്കഴിഞ്ഞാൽ ജോസഫ് വലിയ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങ് അകലെയുള്ള വലിയ അനുഗ്രഹത്തെ ഒക്കെ അവൻ കണ്ടു. അവൻ്റെ ചുറ്റുമുള്ള 11 സഹോദരങ്ങൾ അവനെ കുമ്പിടുന്നതും അവനെ വണങ്ങുന്നതും സൂര്യനും നക്ഷത്രങ്ങളും സകലതും അവൻ്റെ മുൻപിൽ ഇങ്ങനെ കീഴ്വഴങ്ങുന്നതൊക്കെ അവൻ കണ്ടു. പക്ഷെ അവൻ എന്ത് കണ്ടില്ല? പൊത്തിഫറിൻ്റെ ഭവനവും കണ്ടില്ല, കാരാഗ്രഹവും കണ്ടില്ല, പൊട്ടക്കിണറും കണ്ടില്ല, കഷ്ടതയൊന്നും അവൻ കണ്ടില്ല. നോക്കുമ്പോൾ അങ്ങ് അകലെയുള്ള അനുഗ്രഹത്തെ മാത്രമേ കണ്ടുള്ളൂ. ഇത് തന്നെയാണ് ക്രിസ്ത്യാനി നമ്മുടെയും പ്രശ്നം. നമ്മൾ കാണുമ്പോൾ സ്വർഗരാജ്യം മാത്രം കണ്ടുകൊണ്ടാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. സ്വർഗത്തെ നോക്കിക്കൊണ്ടാണ് യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്. പക്ഷേ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ യേശുവിനെ കണ്ടിട്ട് പോകുമ്പോഴും നിൻ്റെ ജീവിതം നീ വിചാരിക്കരുത് ഇതൊരു സുഗമമായ പാതയാണെന്ന് നീ വിചാരിക്കരുത്. യേശു വ്യക്തമായിട്ട് പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ക്രിസ്ത്യാനിക്കൊരു കുരിശ് നിർബന്ധമാണ്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം ചില അനുഭവങ്ങൾ, ചില കഷ്ടതകൾ, പക്ഷേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. കാരണം അവൻ നോക്കിക്കാണുന്നത് ഒരു സ്വർഗത്തെയാ. ഒരു പ്രത്യാശ അവൻ്റെ മുൻപിലുണ്ട്. സ്വർഗം എന്നൊരു പ്രത്യാശയാണ് അവൻ്റെ മുൻപിലുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫ് അങ്ങനെ വലിയ കാഴ്ചയൊക്കെ കണ്ടിട്ട് വലിയ ആഗ്രഹത്തോടുകൂടി ഇറങ്ങി തിരിച്ചു. പക്ഷേ പിറ്റേ ദിവസം അവൻ്റെ മേൽ വന്നത് നേരെ പൊട്ടക്കിണറാണ്. അവിടെ നിന്ന് അവനെ മിസ്രൈമിലേക്ക് വിറ്റു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ചെന്ന് കിട്ടിയത് കാരാഗ്രഹമാണ്. വീണ്ടും പൊത്തിഫറിൻ്റെ ഭവനത്തിലും സുഖവും സന്തോഷവും ഒന്നുമല്ല അവനെ കാത്തിരുന്നത്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും തന്നെയാണ് അവൻ്റെ മുൻപിൽ വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വീണ്ടും മോശയെ നോക്കിക്കോ. മോശ ജനിച്ചപ്പോൾ തന്നെ വലിയ അനുഗ്രഹമായിരുന്നു, വലിയ വിടുതലായിരുന്നു, വലിയ സൗഭാഗ്യമായിരുന്നു. ഇതാ രാജാവിൻ്റെ ഭവനത്തിലേക്ക് അവൻ പോയത്, അല്ലേ? മോശയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3-4 മാസമാണ് ചില പ്രതികൂലങ്ങൾ ഉണ്ടായുള്ളൂ. പക്ഷേ അവിടുന്ന് രാജാവിൻ്റെ മകളുടെ കയ്യിലേക്ക് മോശയെ കിട്ടിക്കഴിഞ്ഞ് 40 വർഷം സന്തോഷവും സ്വർണ്ണപാത്രവും അനുഗ്രഹവും മറ്റു സകല കാര്യങ്ങളും അവൻ്റെ കൂടെ ഉണ്ടായി. പക്ഷെ തൊട്ടടുത്ത് നടക്കാനിരുന്ന കാര്യം വളരെ കഷ്ടമാണ്. 40 വർഷക്കാലം മിഥിയാനിൽ ആടിനെ മേയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇതാ മോശയെ ദൈവം ഉയർത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരോടും ചോദിക്കുന്നുണ്ട്, കർത്താവിന് വേണ്ടി ഇറങ്ങാൻ തയ്യാറാണോ? ഇവിടെ എത്ര പേരുണ്ട്? എൻ്റെ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? യേശു ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മുൻപിൽ കാണണം, ഈ പൊട്ടക്കിണറും ഈ പ്രതികൂലങ്ങളും ഈ പ്രതിസന്ധിയും ഈ മിഥിയാനിലെ ആടുമേക്കലും 21 വർഷത്തെ ലാബാൻ്റെ കീഴിലുള്ള കഷ്ടതയും എല്ലാം നമ്മുടെ മുൻപിലുണ്ട് എന്ന് ബോധ്യം വച്ചിട്ട് വേണം കർത്താവിന് വേണ്ടി ഇറങ്ങാൻ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പക്ഷെ അവരിലൊക്കെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അബ്രഹാമിനാകട്ടെ, ഇസ്ഹാക്കിനാകട്ടെ, യാക്കോബിനാകട്ടെ, മോശയ്ക്കാകട്ടെ, എല്ലാ വ്യക്തികൾക്കുമുള്ള ഒരു കോമൺ സ്വഭാവം നമ്മൾ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇവരെല്ലാം ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവരിൽ ഒരു വലിയ മാറ്റമുണ്ടായത്. ഒരു ഭീകരമായൊരു ട്രാൻസ്ഫോർമേഷൻ ഈ വ്യക്തികളിലെല്ലാം സംഭവിച്ചു. എന്തോ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരിലൊരു മാറ്റമുണ്ടായി. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ 26 വയസ്സ് വരെ തികഞ്ഞ മദ്യപാനിയായി ലോകത്തിൻ്റെ മകനായി ഞാൻ ജീവിച്ചു. പക്ഷേ എൻ്റെ ക്രിസ്തുവിനെ കണ്ടപ്പോൾ, എൻ്റെ യേശുവിനെ തൊട്ടറിഞ്ഞ് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം മാറിമറിഞ്ഞു. ഇന്ന് ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങാൻ ഞാൻ തീരുമാനിച്ചു. കർത്താവിന് വേണ്ടി ഇന്ന് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നു. മനുഷ്യനെ ഭയക്കാതെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ ദൈവം എന്നെ മാറ്റി. ആ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ കണ്ട ക്രിസ്തുവാണ്, ഞാൻ അനുഭവിച്ചറിഞ്ഞ യേശുവാ, എന്നെ സ്നേഹിച്ച യേശുവാ, എന്നെ മാറ്റിമറിച്ചതെൻ്റെ യേശുവാ. അതെനിക്ക് എവിടെയും പറയാൻ സാധിക്കും. ഒരു വിഗ്രഹവുമല്ല, ഒരു പുരോഹിതനുമല്ല, ഒരു മെത്രാനുമല്ല, ഒരു ലോക വ്യക്തിയുമല്ല, ഒരു വ്യക്തി പോലുമല്ല. ദൈവത്തെ കണ്ടതുകൊണ്ടാണ് എനിക്ക് മാറാൻ സാധിച്ചത്. അതാകട്ടെ ആ ക്രിസ്തുവിനെ എനിക്ക് കാണിച്ചു തന്നത് ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രി എന്ന കർത്താവിൻ്റെ ഈ സഹോദരങ്ങളുടെ സഭയാകുന്ന അല്ലെങ്കിൽ ഈ മിനിസ്ട്രി എന്നെ ക്രിസ്തുവിനെ കാണിച്ചു തന്നത്. ഹല്ലേലൂയ. 26 വയസ്സ് വരെ കള്ളു കുടിച്ച് നടന്ന് എന്നെ തേടി ഒരു പെന്തക്കോസ്ത് പാസ്റ്ററും വന്നില്ല, ഒരു ബ്രദറൻ സഭക്കാരൻ്റെ ബ്രദറും വന്നില്ല, എൻ്റെ പള്ളിയിൽ അച്ഛനും വന്നില്ല, ഒരു മെത്രാനും വന്നില്ല, ഒരു കന്യാസ്ത്രീയും വന്നില്ല. എൻ്റെ വീട്ടിൽ പ്രാർത്ഥന തുടങ്ങി. ഞാൻ ദൈവത്തെ അറിയാൻ തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തൊട്ടപ്പുറത്തുള്ള പാസ്റ്റർ എൻ്റെ വീട് സന്ദർശിക്കാൻ തുടങ്ങി. കാരണം ഇത് കിട്ടുമെന്ന് അറിയണതിന്. കാരണം ഇവൻ കൈയടിച്ച് പാടുന്നുണ്ട്, ഇവൻ ബൈബിൾ വായിക്കുന്നുണ്ട്, ഇവൻ്റെ വീട്ടിൽ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സാധ്യതയുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ പെന്തക്കോസ്താ, കൈയടിക്കുന്നവൻ പെന്തക്കോസ്താ. അതുകൊണ്ട് ഇവനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിറ്റേ ദിവസം തുടങ്ങി സ്ഥിരമായി വിസിറ്റ് തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്റ്റ് പാസ്റ്ററുടെ ശല്യം മാറി. തൊട്ടപ്പുറത്ത് ബ്രദറൻ സഭയിലെ ചില ആളുകൾ വരാൻ തുടങ്ങി. ഇത് രണ്ടും കഴിഞ്ഞു. തുടർന്ന് വീണ്ടും പ്രാർത്ഥന തുടർന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മഠത്തിലെ കന്യാസ്ത്രീമാർ എൻ്റെ വീട് സന്ദർശിക്കാൻ തുടങ്ങി. എൻ്റെ അച്ഛൻ എന്നെ മേടയിലേക്ക് വിളിപ്പിക്കാൻ തുടങ്ങി. നിൻ്റെ വീട്ടിൽ എന്താ പ്രാർത്ഥന തുടങ്ങി?
26 വർഷം ഞാൻ കള്ളുകുടിച്ച് കിടന്നപ്പോൾ വരാത്തവർ മുഴുവൻ എൻ്റെ വീട് സന്ദർശിക്കാൻ തുടങ്ങി, എന്നെ അറിയാൻ തുടങ്ങി, എന്നെ വിളിച്ച് ഉപദേശിക്കാൻ തുടങ്ങി, എന്നെ കാണാൻ തുടങ്ങി. ഇതിനു മുമ്പൊന്നും ഞാൻ അവിടെ ഉണ്ടായില്ലേ? ഇതിനു മുമ്പൊന്നും എനിക്ക് എന്നെ കർത്താവിൽ നേടണമെന്ന് ഇവർക്ക് ആഗ്രഹം ഉണ്ടായില്ലേ? കള്ളുകുടിച്ചുകൊണ്ട് നടന്നപ്പോൾ ഒന്നും ഉപദേശിക്കാൻ വരാത്ത കുറേ ആളുകൾ എന്നെ ഉപദേശിക്കാൻ തുടങ്ങി. എൻ്റെ അയൽവക്കത്തെ ചേട്ടന്മാരും എല്ലാവരും ഉപദേശിക്കാൻ തുടങ്ങി. കാരണം ഇവൻ ഇതാ സഭ വിട്ടു പോകുന്നു, ഇവൻ എങ്ങോട്ടൊക്കെയോ പോകുന്നു, ഇവൻ വഴിതെറ്റി പോകുന്നു. പക്ഷേ കഴിഞ്ഞ 12 വർഷമായി കർത്താവ് നിർത്തിയിരിക്കുന്നു. വഴിതെറ്റാതെ ദൈവത്തിൻ്റെ വഴിയിൽ, വിശുദ്ധ വേദപുസ്തകമാകുന്ന ദൈവസത്യത്തിൻ്റെ വഴിയിൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പസ്തോല പ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 2, 3, 4 വാക്യങ്ങൾ നമ്മൾ വായിച്ച് ഒരു ചെറിയ വചനചിന്തയിലേക്ക് നമ്മൾ കടന്നു പോകുക. അവൻ പ്രതിവദിച്ചു, സഹോദരന്മാരെ, പിതാക്കന്മാരെ, കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുൻപ് മെസപ്പൊട്ടാമയിലായിരിക്കുമ്പോൾ മഹത്വത്തിന്റെ ദൈവം അവന് പ്രത്യക്ഷനായി. അബ്രഹാമിനെ ദൈവം പ്രത്യക്ഷപ്പെട്ടത് എവിടെ വെച്ചിട്ടാ? എവിടെ വെച്ചിട്ടാ? ഹാരാനിൽ വെച്ചിട്ടാണോ? ആണോ? അല്ല, മെസപ്പൊട്ടോമയിൽ വെച്ചിട്ട്, ഊറിൽ വെച്ചിട്ട്. അങ്ങ് അപ്പുറത്ത് വെച്ചിട്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഊറിൽ വെച്ച് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. താഴോട്ട് വായിച്ചോ മോനെ. അവനോട് പറഞ്ഞു, നിങ്ങൾ ആ വാക്യം ഒന്നുകൂടി ശ്രദ്ധിച്ചോ. അബ്രഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുൻപ് മെസപ്പൊട്ടോമയിലായിരുന്നപ്പോൾ മഹത്വത്തിന്റെ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. ഈ വാക്കുകൾ വളരെ സ്ട്രെസ് ചെയ്ത് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അത്രയും ആഴത്തിൽ പോകേണ്ട, അതായത് മഹത്വത്തിന്റെ ദൈവം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് സങ്കീർത്തകൻ വിളിക്കുന്നൊരു വിളിയാ, മഹത്വത്തിന്റെ ദൈവം എന്ന് വെച്ചാൽ. നമ്മൾ നേരത്തെ പറഞ്ഞു, തുടങ്ങിയപ്പോൾ പറഞ്ഞു, എൻ്റെ ഉള്ളത്തിൽ ആരാ ഉള്ളത്? എൻ്റെ ഉള്ളത്തിൽ ആരാ ഉള്ളത്? വിഗ്രഹമാണോ? താടിക്കാരനാണോ? ആരാ ഉള്ളത് എൻ്റെ ഉള്ളിൽ? മഹത്വത്തിന്റെ ദൈവം, സൃഷ്ടാവായ ദൈവം, സർവസൃഷ്ട പ്രപഞ്ചത്തിന്റെ അധിപനായ ദൈവമാണ് എൻ്റെ ഉള്ളത്തിലുള്ളത്. അതായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം, അവൻ്റെ അടിസ്ഥാന വിശ്വാസം അതായിരിക്കണം. അതാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം സ്തെഫാനോസിനെ വിളിച്ചു പറയുന്നത്. ഇതാ അബ്രഹാമിനൊരു മഹത്വത്തിൻ്റെ ദൈവം പ്രത്യക്ഷപ്പെട്ടു. അത് ഹാരാനിൽ വെച്ചല്ല, അതിന് മുൻപ് മെസപ്പൊട്ടോമിയയിൽ വെച്ച് തന്നെ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. താഴോട്ട് വായിക്കുമ്പോൾ, മഹത്വത്തിന്റെ ദൈവം അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, നിന്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നീ പുറപ്പെട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അവൻ കൽദായ ദേശത്തു നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ താമസമാക്കി. പിതാവിൻ്റെ മരണത്തിന് ശേഷം അവിടെ നിന്ന് നിങ്ങളിപ്പോൾ വസിക്കുന്ന ഈ ദേശത്തേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു. അവിടെ ഒരു ചെറിയൊരു കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു. അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അബ്രഹാമിൻ്റെ വിശ്വാസമാണ് എൻ്റെ വിശ്വാസം. അബ്രഹാമിൻ്റെ വിശ്വാസം ശ്രേഷ്ഠം തന്നെയാണ്, ഒരു മാറ്റവുമില്ല. പക്ഷേ അബ്രഹാം നമ്മെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി, ഒരു പ്രതികൂലം ഇതാ അബ്രഹാമിൻ്റെ മുൻപിൽ നമുക്കവിടെ കാണാൻ സാധിക്കും. ആ പ്രതിസന്ധി എന്താണെന്ന് ഈ വചനത്തിൽ സ്തെഫാനോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പ്രതിസന്ധി അവൻ്റെ കുടുംബമായിരുന്നു, അവൻ്റെ പിതാവായിരുന്നു. കാനാൻ ദേശത്തേക്ക് യാത്ര തിരിക്കാനായിട്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. മെസപ്പൊട്ടോമിയയിൽ വെച്ച് അവൻ യാത്ര തിരിച്ചു. പക്ഷേ ആ യാത്ര എവിടം വരെ ചെന്നുള്ളൂ? ഹാരാനിൽ ചെന്ന് അവസാനിച്ചു. അവൻ്റെ പിതാവ് മരണപ്പെടുന്നത് വരെ അവർ ഹാരാനിൽ താമസിച്ചു. ഹാരാനിൽ നിന്ന് കാനാനിലേക്ക് എത്താൻ പിതാവിൻ്റെ മരണശേഷം മാത്രമാണ് അവൻ എവിടേക്ക് പോകുന്നത്? കാനാൻ ദേശത്തേക്ക് അബ്രഹാം പോകുന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസം ശ്രേഷ്ഠമാ. അവൻ വിശ്വസിച്ചു. മുൻപിൽ എന്തെന്നറിയാതെ അവൻ ഇറങ്ങി തിരിച്ചു, അവൻ ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ ഈ വിശ്വാസത്തിൽ പ്രകടമായൊരു മാറ്റം വരുന്നത് അബ്രഹാം ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷമാണ്. ആരാണ് ആ വ്യക്തി? ആരായിരിക്കും ആ വ്യക്തി? അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളെ കണ്ടതിന് ശേഷമാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പ്രകടമായ ഒരു മാറ്റമുണ്ടായത്. പഴയ നിയമം മുഴുവൻ വായിച്ചാലും നമുക്ക് ആ വ്യക്തിയെ കാര്യമായി ദർശിക്കാൻ സാധിക്കത്തില്ല. പഴയ നിയമത്തിൽ അവിടെ ഇവിടെയൊക്കെ പല സ്ഥലത്ത് ആ വ്യക്തിയെക്കുറിച്ച് ദൈവിക വെളിപ്പാടുകളുണ്ടെങ്കിലും നമുക്ക് ആ ആളെ അത്ര പ്രകടമായി നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ പൗലോസിൻ്റെ ഒരു ലേഖനം വായിച്ചാൽ നമുക്ക് ആ ആളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. റോമാലേഖനം അതിൻ്റെ 4-ാം അധ്യായം 19-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ കിട്ടും. താഴോട്ട് 2 വചനം കൂടി വായിച്ചാൽ നമുക്ക് ക്ലിയറായി ഒരു സ്ക്രീൻ തെളിഞ്ഞു വരും അതാരാണെന്നുള്ളത്. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായി. 75-ാം വയസ്സിൽ അബ്രഹാത്തോട് ദൈവം പറഞ്ഞു, നീ ഇറങ്ങി തിരിച്ചാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ സന്തതി പരമ്പര ഇതാ കടലിലെ മണൽത്തരികൾ പോലെ വർദ്ധിപ്പിക്കും. 75-ാം വയസ്സിൽ അബ്രഹാം ആ വാഗ്ദാനം സ്വീകരിച്ചു. ഇറങ്ങിത്തിരിക്കുമ്പോൾ സാറയ്ക്ക് വയസ്സ് 65.
ഇവർ തമ്മിൽ 10 വയസ്സ് ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ 65-ാം വയസ്സിൽ സാറായും അബ്രഹാമും ഇറങ്ങിത്തിരിക്കുന്നു. സന്തതികളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ദൈവം വലിയ വാഗ്ദാനം കൊടുത്തു. ഈ വാഗ്ദാനം കേട്ട് അവൻ ഇറങ്ങിത്തിരിച്ചു. എത്ര വർഷം കഴിഞ്ഞിട്ടാ ഒരു മകൻ ലഭിക്കുന്നത്? എത്ര വർഷം കഴിഞ്ഞിട്ടാ? പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ് 100-ാം വയസ്സിലേക്ക് എത്തുമ്പോഴാണ് അവന് ഈസഹാക്ക് എന്നൊരു സന്തതി ഉണ്ടാകുന്നത്. അതിനിടയിൽ സാറ ചെയ്തൊരു ചെറിയൊരു പരിപാടിയുണ്ട്. സാറ പറഞ്ഞു, കാര്യമൊക്കെ ശരി അബ്രഹാമേ, ഒരു പക്ഷേ എന്നിലൂടെ ആയിരിക്കില്ല വാഗ്ദാനം നീ സ്വീകരിക്കാൻ പോകുന്നത്. വാഗ്ദാനം നിനക്കാണല്ലോ, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ പറയുമ്പോൾ, ഒരു പക്ഷേ നീ മറ്റൊരുവളെ സ്വീകരിക്കുമ്പോൾ അവളിൽ നിന്നായിരിക്കാം സംഭവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ തോഴിയായ ഹാഗാറിനെ നീ സ്വീകരിക്കുക. ദൈവത്തിൻ്റെ പദ്ധതിയെ മാറ്റിമറയ്ക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ നടപ്പിലാക്കാൻ ദൈവത്തെ ഒന്ന് അങ്ങോട്ട് കയറി സഹായിക്കാൻ നോക്കിയതാ സാറ, അല്ലേ? അങ്ങനെ ചിന്തിക്കാം നമുക്ക് വേണമെങ്കിൽ. അതായത് സാറ നോക്കിക്കഴിഞ്ഞപ്പോൾ, അല്ല ഒരുപക്ഷെ ഇനി ഞാനല്ലെങ്കിലോ? നമ്മളും അങ്ങനെ പലപ്പോഴും പറയാറില്ലേ? പ്രവചനമൊക്കെ നമ്മൾ സ്വീകരിച്ചു, ദൈവത്തിൻ്റെ വാഗ്ദാനമൊക്കെ നമ്മൾ സ്വീകരിച്ചു, ഒരു മാസമായിട്ട് നടന്നില്ല, ഒരു വർഷമായിട്ട് നടന്നില്ല. നമ്മുടെ ഉള്ളിലൊരു ചിന്ത വരും, ഇനി അങ്ങനെ അല്ലെങ്കിലോ? വാക്കിൽ വല്ല വ്യത്യാസം വന്നതാണെങ്കിലോ? അല്ലെങ്കിൽ ഇനി പ്രവാചകന് തെറ്റിപ്പോയതാണെങ്കിലോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് അതിനകത്തുണ്ടോ? നമ്മൾ പിന്നെയും പോയി എന്ത് ചെയ്യും? ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അങ്ങനെ സാറ അബ്രഹാമിനോടൊരു ക്രോസ് ചെക്കിങ്ങിന് ഒരു അവസരം കൊടുക്കുക. ഒരുപക്ഷെ ഞാനായിരിക്കില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? നീ ഹാഗാറിനെ സ്വീകരിക്കുക. ഈ ദൈവിക പദ്ധതികൾക്ക് എതിരെ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? സന്തോഷമായിരിക്കോ? സമാധാനമായിരിക്കോ? എന്ത് സംഭവിക്കും? ഉള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടി വരും. ഇതാണ് സംഭവിക്കാൻ പോവുക. സാറ എന്ത് ചെയ്തു? ഹാഗാറിനെ അബ്രഹാമിന് ഭാര്യയാക്കി കൊടുത്തു. എന്താ സംഭവിച്ചത്? അവൾ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ ഹാഗാർ ആരെ ദ്വേഷിക്കാൻ തുടങ്ങി? സാറാക്കിട്ട് പണി കൊടുക്കാൻ തുടങ്ങി. പൊതുവെ പെൺപിള്ളേരുടെ സ്വഭാവം അങ്ങനെയാണെങ്കിലും ഇവിടെയും അത് തന്നെ സംഭവിച്ചു. സാറാക്കിട്ട് നല്ല അന്തസ്സായിട്ട് പണിയാൻ തുടങ്ങി. അവൾ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ പിറ്റേ ദിവസം തുടങ്ങി സാറായെ ദുഷിപ്പിക്കാൻ തുടങ്ങി, സാറായിട്ട് അടി തുടങ്ങി. സാറാക്ക് മനസ്സിലായി പണി പാളി എന്നുള്ളത് മനസ്സിലായി. സാറ പിന്നെയും വന്നിട്ട് അബ്രഹാമിനെ കുറ്റം പറയാൻ തുടങ്ങി. നീ കാരണം ഈ പണി എനിക്ക് കിട്ടിയത്. ആരാ കാരണം? ശരിക്കും കാരണം ആരാ? സാറ തന്നെ കാരണം. ഈ പാവപ്പെട്ട അബ്രഹാം വെറുതെ ഇരുന്നതാ. ഒരു കാര്യമില്ലാണ്ട് വെറുതെ ഇരുന്നവനെ തള്ളി നീ ഹാഗാറിനെ സ്വീകരിക്കാൻ പറഞ്ഞ് പോയി സ്വീകരിപ്പിച്ചതാ. ഇപ്പോൾ കുറ്റക്കാരൻ ആരായി മാറി? അബ്രഹാമായി. സാറ പോയിട്ട് പറയുക, നീയാണ് എനിക്ക് ഈ വിധി തന്നത്, ഈ കഷ്ടപ്പാട് നീയാ തന്നത്. നമ്മളും അങ്ങനെയൊക്കെ തന്നെ അല്ലേ? ആദം മുതൽ അങ്ങനെയാ. ആദത്തിൻ്റെ മുമ്പിൽ, ഹവ്വയുടെ മുമ്പിൽ ഇതേ അവസ്ഥ തന്നെയാ. നീ എനിക്ക് കൂട്ടു തന്ന ആ സ്ത്രീ തന്നെയാണ് എന്നെ ഈ പഴിയിലേക്ക് എത്തിച്ചത്. ആ പഴം കൊണ്ടുവന്നത് അവളാണ്. അപ്പോൾ ആണുങ്ങളും മോശമൊന്നുമല്ല, പെണ്ണുങ്ങൾ പറയുന്ന അതേ കുറ്റം തന്നെ ഞങ്ങൾ ആണുങ്ങളും പറയാറുണ്ടെന്നുള്ളത് ബൈബിളിൽ നോക്കിയാൽ വ്യക്തമായിട്ട് കാണാം. ഇത്ര നേരം ആണുങ്ങളൊക്കെ ഇന്ന് അന്തസ്സായിട്ടിരുന്നതാ. കണ്ടോ, നീയൊക്കെ കാരണമാടി ഞാൻ ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ചേട്ടന്മാർ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതും തീർന്നു. നമ്മളും മോശക്കാരൊന്നുമല്ല. അങ്ങോട്ട് ഒരവസരം കിട്ടിയ ഗോൾ അടിക്കാനായിട്ട് നമ്മൾ മോശക്കാരൊന്നുമല്ല. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ശ്രദ്ധിക്കണേ, എന്ത് സംഭവിച്ചു? അവൾ ഗർഭിണിയായി. ഇതാ ഇസ്മായിൽ എന്നൊരു പുത്രൻ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രതികൂലങ്ങൾ, വലിയ പ്രതിസന്ധികൾ വന്നു. പക്ഷേ പിന്നീട് വർഷങ്ങളെടുത്തു. അവൾ ദൈവത്തിൻ്റെ പദ്ധതി ഒന്ന് എതിർത്തതിന് ഒരു സമാധാനം കിട്ടാൻ പിന്നെയും വർഷങ്ങളെടുത്തു. 99 വയസ്സായപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ വിചാരിക്കുന്ന പോലെയല്ല, നിന്റെ ഭാര്യ സാറായിൽ തന്നെ ഞാൻ എൻ്റെ വാഗ്ദാനം നടത്തും, അവളിൽ നിന്ന് തന്നെ ഞാനൊരു പുത്രനെ നിനക്ക് നൽകുമെന്ന് ഒരു കാര്യം പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പൗലോസ്ലേഖ വ്യക്തമായിട്ട് പറയുന്നത്. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം വന്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. ശ്രദ്ധിക്കണേ, ഒരാളെ അബ്രഹാം കണ്ടു. അവിടെയാണ് ഈ വലിയ വ്യത്യാസം വന്നത്. അതുവരെ അബ്രഹാം കേട്ടു, അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. പക്ഷേ ആ വിശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് കൂടി അവൻ വളർന്നത് ഒരു വ്യക്തിയെ കണ്ടപ്പോൾ. ആ വ്യക്തിയുടെ പേരാണ് യേശു ക്രിസ്തു. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ അബ്രഹാം കണ്ടു എന്ന് ഇവിടെ പൗലോസ്ലേഖ പറയുന്നത്. ആരെ കണ്ടു എന്ന് പറയുന്നത്? യേശുവിനെ കണ്ടു. എങ്ങനെ കണ്ടു? മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടു. കാരണം എൻ്റെ ശരീരം 100 വയസ്സായി, മരണപ്രായമായി, അത് മൃതമായി, അത് മരിച്ചു, അത് ജഡമായി. എന്നാൽ ഈ 100 വയസ്സായി ജഡത്തിന് ജീവൻ നൽകാൻ കഴിവുള്ള ഒരേ ഒരുത്തനേ ഉള്ളൂ. ലാസറിനെ ഉയർപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു. അവനെ കണ്ടപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. മൃതപ്രായമായാലും 90 വയസ്സായ സാറാക്കും ഗർഭം ധരിക്കാൻ സാധിക്കും. കാരണം അവൻ മരിച്ചവനെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാ, അവൻ മരിച്ചവനെ വീണ്ടെടുക്കാൻ കഴിവുള്ളവനാണെന്ന് അബ്രഹാത്തിന് മനസ്സിലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലും ഇതേ കാര്യം തന്നെ അപ്പസ്തോലൻ വെളിപ്പെടുത്തുകയാ. ഇതേ വിഷയം തന്നെ, അതായത് മൃതമായ ശരീരത്തെ ജീവൻ നൽകാൻ കഴിവുള്ളവൻ ഏകനാണ്, അവൻ്റെ പേരാണ് യേശു ക്രിസ്തു എന്ന് വ്യക്തമായി വീണ്ടും വെളിപ്പെടുത്തുകയാണ്. ഹെബ്രായ ലേഖനം 11:12 നമുക്കൊന്ന് വായിക്കാം. അതിനാൽ ഒരുവനിൽ നിന്ന്, അതും മൃതപ്രായനായ ഒരുവനിൽ നിന്ന്, ആകാശത്തിലെ നക്ഷത്രജാലങ്ങളെ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും വളരെ പേർ ജനിച്ചു. നിനക്ക് തന്ന ഒരു വിശ്വാസവും ഒരു വാഗ്ദാനവും അബ്രഹാം, നീ ഒരു കാര്യം തിരിച്ചറിയണം, നീ കണ്ട ക്രിസ്തുവിലുള്ള വാഗ്ദാനമാണ്. യേശു ക്രിസ്തുവിലാണ് ഈ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നത്. കാരണം അബ്രഹാമിനോടൊരു കാര്യം പറഞ്ഞു, വാഗ്ദത്ത സന്തതി ജനിക്കും വരെ, വാഗ്ദത്ത സന്തതി ജനിക്കും വരെ അവകാശം മാറിപ്പോകത്തില്ല. അത് അനേക പേർക്ക്, സന്തതികൾക്ക് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സന്തതിക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ സന്തതിയാകട്ടെ ക്രിസ്തുവാണ് എന്ന് പൗലോസ് പിന്നീട് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ വാക്യം? അതായത് സന്തതികൾക്ക് എന്നല്ല ദൈവത്തിൻ്റെ വാഗ്ദാനം ഉണ്ടായത്, ഒരുവനെ ഉദ്ദേശിച്ച് അത് സന്തതിക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ സന്തതിയാകട്ടെ ഇസഹാക്കല്ല, അത് ക്രിസ്തുവാണെന്ന് പൗലോസ് ലേഖ പിന്നീട് വ്യാഖ്യാനിക്കുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതാ ഹെബ്രായ ലേഖകൻ വളരെ കൃത്യമായിട്ട് പറയുക, ഒരുവനിൽ നിന്ന്, അതെ ഒരുവനിൽ നിന്ന്, അതും മൃതപ്രായമായവനിൽ നിന്ന്, ശരീരം പൂർണ്ണമായി ചുക്കിച്ചുളിഞ്ഞ് 100 വയസ്സായവനിൽ നിന്ന് ഇതാ ദൈവം ഒരുവനെ സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അതായത് നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, ഇപ്പം നടുവേദനയാണ്, എഴുന്നേക്കാൻ പറ്റാണ്ടായി, പ്രായമായി, ഒന്നിനും കൊള്ളത്തില്ല, ഓ ഇനിയിപ്പോൾ ദൈവത്തെ ആരാധിച്ചിട്ട് ഇപ്പം എന്നാ കാണിക്കാനാ, ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോയി മരിക്കണം. ചില കാരണവന്മാരുടെ സ്ഥിരമായിട്ടുള്ളൊരു പല്ലവിയാണ്, സ്ഥിരമായിട്ടൊരു പല്ലവിയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ, ഈ മൃതപ്രായമായ ശരീരമായിരിക്കുമോ ദൈവരാജ്യത്തിൽ? ആണോ? പലരും പറയുന്നത് ഷുഗറാണ് ബ്രദറെ, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഒരു സാധനം കഴിക്കാൻ പറ്റുന്നില്ല. ആയ കാലത്ത് ഇതൊക്കെ വേണ്ടാന്ന് വെച്ച് കിടന്നു, മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചു, ഇപ്പം എന്തെങ്കിലും തിന്നാന്ന് വെച്ചാൽ മൊത്തം ഷുഗറാണ്, ഒരു സാധനം കഴിക്കാൻ പറ്റുന്നില്ല. ഇത് പല വ്യക്തികൾ പറയുന്ന കാര്യമാണ് അല്ലേ? ഇവിടെ എത്ര പേരുണ്ട് ഷുഗറുകാർ? പഞ്ചസാര കഴിക്കാൻ പറ്റാത്ത ആളുകൾ എത്ര പേരുണ്ട്? ഓക്കെ, 2 പേരുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് വിശ്വാസത്താൽ എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റും? അബ്രഹാം മൃതപ്രായമായ ശരീരത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അവൻ വിശ്വസിച്ചുവെങ്കിൽ, ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ ഷുഗർ അല്ല, നിന്റെ പ്രഷർ അല്ല, നിന്റെ ചുക്കിച്ചുളിഞ്ഞ ശരീരമല്ല, ഏതവസ്ഥയിൽ നിന്നും മാറ്റാൻ കഴിവുള്ളവൻ ഒരുവൻ മാത്രമാണ്, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. നീ അവനെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് സൗഖ്യമാണ്, നീ അവനെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് അനുഗ്രഹമാണ്, യേശുവിനെ കണ്ട നിനക്ക് വിടുതല. അവനെ കാണുന്നത് വരെ പ്രതികൂലമാണ് നമ്മുടെ മുമ്പിൽ, പക്ഷെ യേശുവിനെ കണ്ടാലേ ഇതൊക്കെ മാറത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. മരിച്ചവനെ പോലും ജീവിപ്പിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട് എന്ന് ഇതാ അകലെ നിന്ന് അബ്രഹാം കാണുകയാണ്. അബ്രഹാമിൻ്റെ ആ കാഴ്ചയാണ് അവനെ വീണ്ടും വീണ്ടും അതിലേക്ക് എത്തിച്ചത്. ഇത് വ്യക്തമായിട്ട് പറയുന്നൊരു വ്യക്തിയുണ്ട്. അതായത് അബ്രഹാം ആരെയാണ് കണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 56-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, അബ്രഹാം ഒരുവനെ കണ്ടു, അവനെ കണ്ടപ്പോഴേ അബ്രഹാമിന് മാറ്റം വന്നത്. അവനെ കാണുന്നത് വരെ അബ്രഹാമിൻ്റെ ചിന്തയിലൊരു വ്യത്യാസമുണ്ടായിരുന്നു, പക്ഷേ അവനെ കണ്ടപ്പോൾ മൃതപ്രായമായവനിൽ നിന്നും പുതിയൊരു തലമുറയെ ലഭിക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. അതാണ് യോഹന്നാൻ 8:56 പറയുന്നത്. വായിക്കാം. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ, എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ. ആര് പറയുന്നതാ? ഇതാരാ പറയുന്നേ? ആരാ പറയുന്നേ? യേശു പറയുകയാണ്, കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു. എൻ്റെ ദിവസങ്ങൾ കാണാമെന്ന വിശ്വാസത്തിൽ, പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. കർത്താവിനോട് യഹൂദര് ചോദിച്ചു, നിനക്ക് എത്ര വയസ്സായി? നിനക്കിപ്പോഴും 50 വയസ്സായിട്ടില്ലല്ലോ. നീ ഞങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാമിനേക്കാളും ഉന്നതനാണോ? നീ ഞങ്ങളുടെ പൂർവ്വപിതാവായ മോശയേക്കാൾ ഉന്നതനാണോ? അതിനേക്കാൾ ശ്രേഷ്ഠനാണോ? നിനക്കും ഇനിയും കണ്ടു കഴിഞ്ഞാൽ നല്ല ശരീരം, നല്ല ദൃഢഗാത്രനായ ഒരു ആരോഗ്യമൊക്കെ ഉണ്ട്, ചുക്കിച്ചൊളിഞ്ഞിട്ടൊന്നുമില്ല, 50 വയസ്സ് പോലും ആയിട്ടില്ല. സത്യത്തിൽ 33 വയസ്സായിട്ടുള്ളൂ. 32, 33, 31, ഏകദേശം 30-നും 33-നും ഇടയിൽ. നമ്മൾ ചരിത്രം മുഴുവൻ പരിശോധിച്ച് അത്രേ കിട്ടത്തുള്ളൂ. പക്ഷേ അവരൊരു 17 വയസ്സോട് കൂട്ടിയിട്ട് മാക്സിമം പോയാൽ 50, കാഴ്ചയ്ക്ക് പോയാൽ 50. എന്നെ കാണുമ്പോൾ ഇപ്പോഴും 17 വയസ്സല്ലേ തോന്നാറുള്ളൂ? അല്ല, അതിൽ കൂടുതലും തോന്നാറില്ലല്ലോ, 17 തോന്നുള്ളൂ.
അത് പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തെ ആരാധിക്കുന്നവർക്കുള്ള അനുഗ്രഹമാണ്, എല്ലാവരും പറയാറുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അബ്രഹാത്തിന് 17 വയസ്സ് കൂട്ടിയിട്ടു. എന്നിട്ട് അബ്രഹാത്തിൻ്റെ ആ മേഖലയിൽ വെച്ചിട്ട് പറയുക, നിനക്കിതുവരെ 50 വയസ്സായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നീ അബ്രാഹത്തിനെ കണ്ടു എന്ന ചോദ്യം യേശുക്രിസ്തുവിനോട് ചോദിച്ചപ്പോൾ, പൊന്നു മോനെ, ഇതൊക്കെ ഞങ്ങൾ പണ്ടേ കണ്ട് വിശേഷമൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണെന്ന് കർത്താവ് ഈശോ മിശിഹ തന്നെ യഹൂദരോട് പറഞ്ഞു കൊടുക്കുന്ന വാക്യമാണ് ഇവിടെ കാണുന്നത്. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു. കാരണം ഞങ്ങൾ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. എന്നെക്കുറിച്ച് കണ്ടപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. മൃതപ്രായമായ 100 വയസ്സായ ചുക്കിച്ചുളിഞ്ഞ എൻ്റെ ശരീരത്തിന് ഒരു ഈസഹാക്കിനെ, ഒരു ദൈവത്തിൻ്റെ പൈതലിനെ നൽകാൻ സാധിക്കുമെന്ന് അവൻ വിശ്വസിച്ചു. അവനിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു, വലിയൊരു മാറ്റം അബ്രഹാത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. ഇന്ന് എത്ര പേര് യേശുവിനെ കണ്ട് മാറിയവരുണ്ട്, യേശുവിനെ കണ്ട് ഇറങ്ങിയവരുണ്ട്? തീർച്ചയായും ഞാൻ പറയുക, യേശുവിനെ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് വലിയ മാറ്റമുണ്ട്. ക്രിസ്തുവിനെ അകലെ നിന്ന് കണ്ടിട്ടാണോ, ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞിട്ടാണോ നമ്മുടെ മാറ്റമെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. യേശു ക്രിസ്തുവിനെ പല രീതിയിൽ കാണാം, അല്ലേ? ഗാന്ധിജി യേശുവിനെ കണ്ടു എന്നാണ് പറയുന്നത്. എങ്ങനെ കണ്ടു ഗാന്ധിജി ബൈബിൾ വായിച്ചു, ബൈബിളിൽ എനിക്കൊരു യേശുവിനെ കാണാം, എനിക്കൊരു യേശുവിനെ അറിയാമെന്ന് പറഞ്ഞു. പല വലിയ തത്വചിന്തകന്മാരും യേശുവിനെ കുറിച്ച് കണ്ടു, പക്ഷെ അവരൊന്നും യേശുവിനെ ആരായി അംഗീകരിച്ചില്ല? ദൈവമായി, സൃഷ്ടാവായി, സർവ്വപ്രപഞ്ചത്തിൻ്റെ അധിപനായി ഒരൊറ്റ വ്യക്തി പോലും അംഗീകരിച്ചില്ല. ഇന്നും പലരും യേശുവിനെ കാണുന്നു, അല്ലേ? നമ്മളില്ലേ കപ്പലയുടെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ അന്ന് വരെ വിശ്വാസമില്ലാത്തവന് ഈ പോണ വഴിക്കൊരു വിശ്വാസമുണ്ട്. കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ഈ കുരിശും തൊട്ടിയിൽ നേർച്ചയിടാതെ പോകത്തില്ല, അല്ലേ? എന്തുകൊണ്ടാണ്? വിഘ്നം വരുത്തരുത്, വരാനിരിക്കുന്ന കഷ്ടതയ്ക്ക് ഒരു തടസ്സം ഉണ്ടാവരുത്. ജീവിതം മുഴുവൻ അനുഭവിക്കാൻ പോകുന്ന വലിയ കഷ്ടതയ്ക്ക്, കാരണം ഒരെണ്ണം തന്നെ കെട്ടിക്കൊണ്ടുവന്ന് വീട്ടിലേക്ക് വരാൻ പോകാണല്ലോ, അതോടുകൂടി എല്ലാം പരിപാടി തീർന്നല്ലോ, മുഴുവൻ പിന്നെ സന്തോഷവും സമാധാനമായിരിക്കുമല്ലോ. അപ്പോൾ അത് വരണന് ഒരു തടസ്സം ഉണ്ടാകരുത്. അതിനു മുമ്പ് നമ്മൾ ഇരിക്കട്ടെ, സ്ലീഹയ്ക്ക് ഒരു 100 രൂപ, ഇപ്പുറത്തുണ്ടെങ്കിൽ ഒരു 50 രൂപ, എല്ലായിടത്തും കൊടുത്തിട്ട് കാണാവുന്ന സകല നേർച്ചപ്പെട്ടി ഇട്ടിട്ട് നമ്മൾ പോകത്തുള്ളൂ. കാരണം എന്നാ, ഒരു തടസ്സം ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഇതുവരെ വിശ്വാസമില്ലാത്തവനും കല്യാണത്തിൻ്റെ ദിവസം ഭയങ്കര വിശ്വാസമായിരിക്കും, അല്ലേ? ചില ഭയങ്കര വിശ്വാസിയായിട്ട് അവനൊന്ന് പതിയെ മാറും. അതുപോലെ തന്നെ മറ്റേ ഫോട്ടോ കാണുമ്പോൾ, മറ്റേ താടിക്കാരനെ കാണുമ്പോൾ, എൻ്റെ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ദേവാലയത്തിൻ്റെ ഫ്രണ്ടിലേക്കൂടെ നേരെ വണ്ടി വന്നിട്ട് നേരെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാലേ ആ റോഡ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ പോകുന്നത്. ഈ പോകുന്ന ആളുകൾ ഈ പള്ളി കാണുമ്പോൾ നമുക്കൊരു സാധനം ഉണ്ടല്ലോ, മറ്റേ ഡാവിഞ്ചിയുടെ പടമൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു വിശ്വാസം വന്നൊരു പിതാവിനും പുത്രനും ചെല്ലുമല്ലോ. ഈ സാധനം ചെല്ലിക്കഴിഞ്ഞപ്പോൾ സ്റ്റീറിങ് വളയ്ക്കാൻ മറന്നു, അല്ലെങ്കിൽ ബൈക്ക് തിരിക്കാൻ മറന്നു ചെല്ലണം, നെഞ്ചും കുത്തി നിലത്ത് വീഴും. ഈ വിശ്വാസം യഥാർത്ഥ ക്രിസ്തുവിലുള്ള വിശ്വാസമാണോ? ആണോ? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണോ? ഈ വിശ്വാസം ഗാന്ധിജിയുടെ വിശ്വാസം ഏതാണ്ട് സെയിമാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഗാന്ധിജി ചിന്തിക്കുന്നതും ലോകത്തിലുള്ള പല വ്യക്തികളും ചിന്തിക്കുന്ന ചിന്ത തന്നെയാണ് ഈ പറയുന്നവരുടെ വിശ്വാസം. പക്ഷേ ദൈവം പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി യേശയ പ്രഭാഷകങ്ങളിലൂടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക, ഞാൻ അവനാകുന്നു, അവനിൽ വിശ്വസിക്കണം, അയക്കപ്പെട്ടവനിൽ വിശ്വസിക്കണം, അവനെ ദൈവമായി അംഗീകരിക്കണം. അതാണ് വിശ്വാസം. യേശുവിനെ ദൈവമായി അംഗീകരിക്കുമ്പോഴാണ് അവൻ്റെ വിശ്വാസം പൂർണ്ണമാകുന്നത് എന്ന് വ്യക്തമാണ്. ഹല്ലേലൂയ. എൻ്റെ ഉള്ളതിൽ ആരാണുള്ളത്? ആ യേശു ആരാണ്? സൃഷ്ടികർത്തൻ, സകലത്തിൻ്റെയും അധിപൻ. അവനിലൂടെ സർവ്വതും സൃഷ്ടിക്കപ്പെട്ടു, അവനിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടതെന്നൊരു ബോധ്യം നമ്മളെ ഉള്ളിലുണ്ടാകണം. അവൻ സൃഷ്ടാവാ. ആ സൃഷ്ടാവിനെ ഒരു സൃഷ്ടിയായി വരച്ചു വയ്ക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു സൃഷ്ടിയെ കണ്ടിട്ട് അവനെ ആരാധിക്കാൻ പറ്റുമോ? നമ്മൾ ഏതെങ്കിലും സൃഷ്ടിയെ വെച്ചിട്ടാണോ അവനെ മനസ്സിലാക്കേണ്ടത്? അല്ല. വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറഞ്ഞു, മനുഷ്യൻ്റെ ഭാവനയിലോ സൃഷ്ടിയിലോ ഉള്ളതല്ല ദൈവം, അതൊന്നും ദൈവമല്ല. യഥാർത്ഥ ദൈവം നിന്റെ ഉള്ളത്തിൽ വന്നിരിക്കുക, അവൻ സർവ്വസൃഷ്ട പ്രപഞ്ചാദാതാവാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തില് വ്യക്തമായിട്ട് യേശു ക്രിസ്തു പറഞ്ഞത്, എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു, അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. യേശുവിൻ്റെ ദിനത്തെ അങ്ങ് അകലെ നിന്ന് അബ്രഹാം കണ്ടു. യേശുവിൽ വരാൻ പോകുന്ന നിത്യജീവനെ കുറിച്ച്, യേശുവിൽ മനുഷ്യകുലത്തിന് ലഭിക്കാനിരിക്കുന്ന വലിയ നിത്യജീവനെ കുറിച്ച്, വീണ്ടെടുപ്പിനെ കുറിച്ച്, അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കുന്ന യേശുവിൻ്റെ ആത്മാവിനെ, യേശുവിനെ അബ്രഹാം കണ്ടു എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ബൈബിൾ പണ്ഡിതന്മാരെല്ലാവരും പറയുന്നത് പഴയ നിയമത്തിലെ സകല പ്രവാചകന്മാരും സകല വ്യക്തികളും കണ്ടത് ക്രിസ്തുവിനെയാണ്. അവർ കണ്ടത്, അവരുടെ കാഴ്ച ക്രിസ്തുവിനെ ആയിരുന്നു. അതായത് പിതാവായ ദൈവം, പുത്രനായ യേശുവാണ് അവരെ കണ്ടത്, അല്ലെങ്കിൽ കാഴ്ചയിൽ കണ്ടത് ക്രിസ്തുവിനെയാണ്. നമ്മൾ കാണുന്നുണ്ട് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ, മനുഷ്യപുത്രനെ പോലെ ഒരുവനെ ഞാൻ കണ്ടു എന്നുള്ളത്
വചനം നമ്മൾ കാണുന്നത്. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ നിഴൽ അല്ലെങ്കിൽ ക്രിസ്തുവിനെയാണ് ഇവരെല്ലാം കാണുന്നത്. മോശ ദൈവത്തെ കണ്ടോ? മോശ ക്രിസ്തുവിനെ കണ്ടോ? മോശ ക്രിസ്തുവിനെ കണ്ടോ? ഹെബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം നമ്മളൊന്ന് വായിക്കും. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദകൾ ഈജിപ്തിലെ നിന്ദകളെക്കാൾ നിധിയേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. അതായത് മോശ കണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഇതാ അപ്പസ്തോലൻ വെളിപ്പെടുത്തുകയാണ്. ദൈവവചനത്തിൽ കൃത്യമായിട്ട് പറയുന്നത്, ആരെയാണ് മോശ കണ്ടത്? ആരെ പ്രതിയാണ് മോശ കഷ്ടം അനുഭവിച്ചത്? ആരെ പ്രതിയാണ് മോശ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്? ആരെ പ്രതിയാണ് മോശ നിധിയുടെ പാത്രങ്ങൾ ഉപേക്ഷിച്ചത്? ആരെ പ്രതിയാണ് ഫറവോയുടെ ഭവനത്തിൽ ലഭിക്കാവുന്ന വലിയ മഹത്വം മോശ ഉപേക്ഷിച്ചത് എന്നിതാ ലേഖകൻ വ്യക്തമായിട്ട് പറയുന്നു. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധിയേക്കാൾ വിലയേറിയ സമ്പത്തായി മോശ കരുതി. തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെയാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചത് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുക. ഹല്ലേലൂയ. അപ്പൊ മോശ ആരെ കണ്ടപ്പോഴാണ് മാറ്റം വന്നത്? നമ്മൾ ശ്രദ്ധിച്ചോ? 40 വർഷം മോശയുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഒരുപക്ഷെ നല്ല സുഭിക്ഷമായി സ്വർണ്ണപാത്രത്തിൽ ജീവിച്ച് അനുഗ്രഹം പ്രാപിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് നല്ല സുഭിക്ഷമായി കഴിഞ്ഞവനാ മോശ, അല്ലേ? ഒരു കുഴപ്പമുണ്ടായില്ല. മോശ കർത്താവിനെ കണ്ടിട്ട് പിന്നെയുള്ള 40 വർഷം അവൻ എന്തായിരുന്നു? പിന്നെയുള്ള 40 വർഷം അവൻ ആടിനെ മേയ്ക്കലായിരുന്നു പണി. മിദിയാനിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്തുവിനെ കണ്ടതാണ് അവൻ ആടിനെ മേയ്ക്കാൻ കാരണമായത്, അല്ലേ? അതാണ് അപ്പസ്തോലനോട് വെളിപ്പെടുത്തുന്നത്. മോശയെ ദൈവത്തെ കണ്ടപ്പോഴാണ് അവനൊരു മാറ്റം വന്നത്. അതുവരെ ഈ സ്വർണ്ണ നിധിയും അല്ലെങ്കിൽ ഫറവോയുടെ ഭവനത്തിലെ വലിയ വസ്ത്രങ്ങളും വലിയ കൊട്ടാരവും അനുഗ്രഹവും അവൻ വലുതായി കരുതി. പക്ഷേ യേശുവിനെ കണ്ടപ്പോൾ, ക്രിസ്തുവിനെ കണ്ടപ്പോൾ, ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ മോശയ്ക്കൊരു കാര്യം മനസ്സിലായി. ഈ ലോകത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു പ്രതിഫലം എനിക്കുണ്ട്. ഈ നിധിയേക്കാൾ ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹത്തിൻ്റെ പ്രതിഫലം എനിക്കുണ്ട് എന്ന് മോശയ്ക്ക് തിരിച്ചറിഞ്ഞു. മോശ തൻ്റെ സഹോദരങ്ങളുടെ കഷ്ടപ്പാട് കാണാൻ ഇറങ്ങി വന്നു. അതവന് പ്രതികൂലമായി മാറി. തൻ്റെ രാജാവ് പോലും തൻ്റെ വളർത്തു മാതാവിൻ്റെ ഒരുപക്ഷെ പിതാവ് എന്നെ കൊല്ലാൻ വന്നു എന്ന് മനസ്സിലാക്കി മോശ മിദ്യാനിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. പിന്നീട് 40 വർഷക്കാലം മോശയ്ക്ക് കഷ്ടതയാണ്, മോശയ്ക്ക് പ്രതികൂലങ്ങളാണ്, മോശയ്ക്ക് പ്രതിസന്ധികളാണ്. 40 വർഷം അവിടെ കിടന്ന് ആടിനെ മേച്ചു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും കർത്താവിൻ്റെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടത്. മോശേ, നീ ഇറങ്ങണം, നീ പോയി എൻ്റെ ജനത്തെ വിടുവിക്കണം, അവരെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകണം, കാരണം എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ പ്രവാചകന്മാർ മുഴുവൻ കണ്ടത് ആരെക്കുറിച്ചാണ്? ക്രിസ്തുവിനെയാണ് കണ്ടത്. മോശ കണ്ടു, ഇതാ അബ്രഹാം കണ്ടു, സകലരും ക്രിസ്തുവിനെ കണ്ടുവെന്ന് സാക്ഷ്യം കിടക്കുക. വീണ്ടും 1 പത്രോസ് അദ്ദേഹത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 10 മുതൽ 12 വരെ വാക്യങ്ങളിൽ, 1 പത്രോസ് 1-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യം വായിക്കുമ്പോൾ കുറച്ചും കൂടി ആഴപ്പെട്ടൊരവസ്ഥയിൽ സകല പ്രവാചകരും കണ്ടവരെ കുറിച്ച് വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുക. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെപ്പറ്റി മുൻകൂട്ടി അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും ആ കൃപ എന്താണ്? ആ കൃപ എന്താ? ഇന്ന് നമ്മൾ സ്വീകരിച്ച കൃപ എന്താ? എന്താ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന കൃപ? എന്താ കൃപ? ആർക്കും അറിയില്ല. എന്താ കൃപ? എന്തായിരിക്കും കൃപ? നമ്മളെല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെ ചെല്ലാറുണ്ട്. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നൊക്കെ പറഞ്ഞൊരു പ്രാർത്ഥന ചെല്ലാറുണ്ട്. ഞങ്ങൾ കാത്തലിക്സ് ആണെങ്കിൽ ചെല്ലുന്നത് നന്മ നിറഞ്ഞ മറിയമേ എന്നാണ് ചെല്ലാറ്. നിങ്ങൾ കൃപ നിറഞ്ഞ മറിയമേ എന്ന് ചെല്ലാറ്. കൃപ എന്ന് പറയുന്ന കറക്റ്റ്. കൃപ എന്ന് പറയുന്നത് എന്തുവാ? എനിക്ക് യോഗ്യതയില്ലാതെ എന്നിലേക്ക് ദൈവം നൽകുന്ന സൗജന്യമായ കാര്യമാണ് കൃപ. അതാണ് രക്ഷ. എൻ്റെ എന്തെങ്കിലും പ്രവൃത്തിയുടെ ഫലമാണോ? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? ഞാൻ എന്തെങ്കിലും സമർപ്പിച്ചിട്ടാണോ? അല്ല. എൻ്റെ അയോഗ്യതയെ, എൻ്റെ പാപത്തിൽ, എൻ്റെ തിന്മയിൽ, എൻ്റെ ഇല്ലായ്മയിൽ, എൻ്റെ എല്ലാത്തിലും അവൻ നോക്കിക്കഴിഞ്ഞാൽ എന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു യോഗ്യതയും കർത്താവിനില്ല. പക്ഷേ ഞാൻ അങ്ങനെ ആയിരുന്നപ്പോൾ ക്രിസ്തുവിനെ കാണിക്കുകയും യേശുവിനെ അനുഭവിക്കുകയും ചെയ്തപ്പോൾ എന്നിലേക്ക് ഒഴുകി വന്നതാണ് കൃപ. അതെൻ്റെ യോഗ്യതയിലല്ല, എൻ്റെ അയോഗ്യതയിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 26 വയസ്സ് വരെ മദ്യപാനിയായിരുന്നു. ലോകത്തിൻ്റെ എല്ലാ പ്രവൃത്തിയിലും പോയവനാണ്. എൻ്റെ കഴിവ് കൊണ്ടാണോ ഞാൻ ക്രിസ്തുവിനെ കണ്ടേ? ആണോ? സത്യത്തിൽ ഞാൻ യേശുവിനെ കണ്ടെന്നറിയാമോ? മദ്യപിച്ച് ലക്കും ലഗാലുമില്ലാതെ ഒരു പരുവമായിട്ട് നടക്കുമ്പോൾ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും കൂടി ഒരു തീരുമാനം എടുത്തു, ഇവനെ നന്നാക്കിയിട്ടേ കാര്യമുള്ളൂ. എങ്ങനെയെങ്കിലും ഈ കുരിശൊന്ന് നന്നായി കഴിഞ്ഞാൽ സമാധാനമായ ഒരു ദിവസം ഉറങ്ങാം. അങ്ങനെ എന്നെ നന്നാക്കാനായിട്ട് തള്ളിക്കൊണ്ടുപോയി എവിടെ കൊണ്ടുവന്നാക്കിയതാ? ധ്യാന കേന്ദ്രത്തിലാക്കിയതാ. അത് എന്നെ ധ്യാനത്തിന് കൊണ്ടുവന്നാക്കുമ്പോൾ ഞാൻ മുഴുക്കുടിയനാണ്. എന്നെ ധ്യാനത്തിന് കൊണ്ടുവന്നാക്കുമ്പോൾ ഞാൻ സ്ഥിരമായി സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയാണ്, സകല പാപവും ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം എൻ്റെ കഴിവുകൊണ്ടാണോ ഞാൻ യേശുവിനെ കണ്ടേ?
ആണോ? ഞാൻ എൻ്റെ കഴിവിലല്ല എൻ്റെ യേശുവിനെ കണ്ടത്, കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്, കൃപയാലാണ് ക്രിസ്തുവിനെ അറിഞ്ഞത്, കൃപയാലാണ് ഞാൻ അവനെ കണ്ടത്. കാരണം ദൈവവചനം പറയുക, സൗജന്യമായി നിന്നിലേക്ക് കടന്നു വരുന്നത് ആ കൃപ. പക്ഷെ നന്മ എന്ന് പറയുന്നത് അതല്ല. നന്മ അങ്ങനെയാണോ? നമ്മൾ പറയില്ലേ, അവൻ നല്ല മനുഷ്യനായിരുന്നു, പാവം ചത്തുപോയി എന്ന് പറയില്ലേ? നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ? നമ്മുടെ നാട്ടിൽ നല്ല മനുഷ്യരൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും, ഓ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല മനുഷ്യനായിരുന്നു, കാര്യം മക്കളെയും ഭാര്യനെയൊക്കെ തല്ലുമെങ്കിലും നല്ലൊരുവനായിരുന്നു, അവൻ ചത്തുപോയി എന്ന് പറയും അല്ലേ? ചത്തു കഴിയുമ്പോൾ എല്ലാവരും നല്ല വാക്ക് പറയും. ജീവിച്ചിരിക്കുമ്പോൾ ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും ചത്തു കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് നല്ല വാക്ക് പറയും. അങ്ങനെ നല്ല വാക്ക് പറഞ്ഞൊരു സംഭവമുണ്ട് നമ്മുടെ ഇടയിൽ. ഞാൻ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നല്ലൊരു പയ്യനുണ്ടായിരുന്നു. നല്ല പയ്യനാണ്, നാട്ടുകാർക്കൊക്കെ നല്ല ഇഷ്ടമാണ്, നല്ല വ്യക്തിത്വമുള്ള പയ്യനാണ്. അവന് കല്യാണാലോചന നടക്കുക. സാധാരണ കല്യാണാലോചന നടക്കും, അത് വരും, അങ്ങോട്ട് ഇങ്ങോട്ടും കാണും, അത് മുടങ്ങിപ്പോവും. പിന്നെയും നടക്കും, പിന്നെയും വരും, മുടങ്ങിപ്പോവും. ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, ഇങ്ങനെ വന്ന് അവസാനം ഞങ്ങളുടെ ചായക്കടയിലെ അവിടെ വന്നത് ഒരു ടീം ഇങ്ങനെ കല്യാണാലോചനയുടെ കാര്യം ചോദിക്കുക. ഇന്ന പയ്യൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക. അപ്പോൾ ചായക്കടയിലെ ചേട്ടൻ പറഞ്ഞു, അവൻ നല്ല പയ്യനാന്നേ, അടിപൊളി പയ്യൻ, ഒരു കുഴപ്പമില്ല, കുടുംബത്തിൽ പറഞ്ഞവൻ, ഡെയിലി ജോലിക്ക് പോകും, ഒരു പ്രശ്നമില്ല, നിങ്ങൾ പറ്റുവാണെങ്കിൽ അവനെ തന്നെ കെട്ടിക്കണം, എന്നോട് നിങ്ങൾ വന്ന അഭിപ്രായം ചോദിച്ചു എന്ന് പറയണം, ഞാൻ നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് പറയണം, അല്ലേ നാളെ വന്ന് എൻ്റെ കട തല്ലിപ്പൊളിക്കും, നല്ല പയ്യനാണ്. അതായത് നിങ്ങൾ ആ പയ്യനെക്കുറിച്ച് എൻ്റെ അടുത്ത് അന്വേഷിച്ചു എന്ന് പറയണം, ഞാൻ നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് പറയണം. ഇനി ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ചെക്കൻ വന്ന് നാളെ എൻ്റെ കട തല്ലിപ്പൊളിക്കും, അവൻ നാളെ കള്ളും കുടിച്ച് പിള്ളേരുമായിട്ട് വന്ന് എൻ്റെ കട തല്ലിപ്പൊളിക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ, ചെക്കൻ നല്ല പയ്യനാണ്, നിൻ്റെ മോളെ കെട്ടിച്ച് എന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. ആ കല്യാണം മുടങ്ങി എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ നാട്ടുകാരെ കുറിച്ച് നല്ലതൊക്കെ പറയും, പക്ഷെ പറയുന്നത് ഇത്തരം പറച്ചില്ല പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? നന്മ എന്ന് പറയുന്നത് അത് അവൻ്റെ വ്യക്തിത്വമാണ്, അവൻ്റെ പ്രവൃത്തിയിലാണ് അല്ലേ? പക്ഷെ കൃപ അങ്ങനെയല്ല. കൃപ സൗജന്യമായിട്ട് നമ്മിലേക്ക് കടന്നു വരുന്നതാണ്. അപ്പം നമുക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ക്രിസ്തു എന്നിലേക്ക് വന്നത്, ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞത്, ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചത്, ക്രിസ്തുവിനെ കാണാൻ എനിക്ക് ഭാഗ്യം നൽകിയത് കൃപയാല, അല്ലാതെ നമ്മുടെ യോഗ്യതയാലല്ല. നമ്മൾ ഇന്ന് ഈ ഹാളിലിരിക്കുന്ന എല്ലാ വ്യക്തികളും ശ്രദ്ധിച്ചോ, യേശുവിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ യോഗ്യതയിലല്ല, നമ്മുടെ കഴിവിലല്ല, കൃപയാലത്രേ അവനെ കണ്ടത്. ഹല്ലേലൂയ. ആ കൃപയെക്കുറിച്ചാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെപ്പറ്റി മുൻകൂട്ടി അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു. ക്രിസ്തു സഹിക്കേണ്ടി വരുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. ഈ പ്രവാചകന്മാർ ആരെ കണ്ടിട്ടാണ് പ്രവചിച്ചത്? യെശയ്യാ പ്രവാചകൻ ഒരുവനെ കണ്ടിട്ട് പ്രവചിക്കുക. ആരെ? ക്രിസ്തുവിനെ കണ്ടിട്ട് പറയുകയാണ്, മനുഷ്യനെന്ന് തോന്നാത്ത വിധം വിരൂപനായി നിൽക്കുന്ന ഒരുവൻ. യെശയ്യാ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുക, ഇതാ ഒരു മനുഷ്യ കോലം പോലും ഇല്ലാത്ത മുറിക്കപ്പെട്ട ശരീരത്തിൽ അവൻ്റെ ശിരസ് മുതൽ പാദം വരെ കീറിയിരിക്കുന്ന ഒരു മനുഷ്യനെന്ന് തോന്നാത്ത വിധം വിരൂപനായ ഒരുവൻ നിൽക്കുക. അത് എനിക്ക് വേണ്ടി കൂടിയാണല്ലോ എന്ന് ഇതാ യെശയ്യാ സങ്കടത്തോടു കൂടി എഴുതി വെക്കുക. മനുഷ്യനെന്ന് തോന്നാത്ത വിധം ഒരുവനെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. പത്രോസ് അപ്പോസ്തലൻ ആത്മാവിൽ ഇങ്ങനെ പറയുകയാണ്, പ്രവാചകന്മാർ തങ്ങളുടെ രക്ഷയെക്കുറിച്ച് അവരിങ്ങനെ ആരാഞ്ഞു, ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിൽ ലഭിക്കാനിരിക്കുന്ന രക്ഷയെക്കുറിച്ച് അവരിങ്ങനെ അന്വേഷിച്ചു നടന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് അവനെക്കുറിച്ച് പ്രവചിച്ചു, അവനെക്കുറിച്ച് എഴുതി വെച്ചു, അവനെക്കുറിച്ച് വ്യക്തമായി ബോധ്യം നൽകി. സകല പ്രവാചകന്മാരും ആരെയാണ് കണ്ടത് എന്ന് ഇവിടെ പത്രോസ് വ്യക്തമായിട്ട് പറയുക. വീണ്ടും ആ 10 മുതൽ വാക്യങ്ങൾ ഒന്നും കൂടി വായിച്ചോ, നമുക്ക് വ്യക്തമായത് മനസ്സിലാക്കും. പത്രോസ് വ്യക്തമായിട്ട് പറയുകയാണ് ആരെയാണ് കണ്ടത്. നിങ്ങൾക്ക് ലഭിക്കാനിരുന്ന കൃപയെപ്പറ്റി മുൻകൂട്ടി അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു. യേശു ക്രിസ്തുവിൽ ലഭിക്കാനിരിക്കുന്ന രക്ഷയെക്കുറിച്ച് അവൻ അന്വേഷിക്കുകയും ആരായുകയും ചെയ്തു. ക്രിസ്തു സഹിക്കേണ്ടിരുന്ന പീഡകളെക്കുറിച്ചും, യേശു ക്രിസ്തു എൻ്റെ രക്ഷകനായ ദൈവം അവൻ ഈ ഭൂമിയിൽ വന്ന് രക്ഷകനായി പിറന്ന് എനിക്ക് വേണ്ടി സഹിക്കേണ്ട പീഡകളെക്കുറിച്ച് ഈ പ്രവാചകന്മാർ ആരായാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവിൽ അവരോട് ചോദിക്കാൻ തുടങ്ങി, അവരോട് അന്വേഷിക്കാൻ തുടങ്ങി. വീണ്ടും വചനം പറയുകയാണ്, അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. ഈ പ്രവാചകന്മാരുടെ ഉള്ളിലുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചു. യേശുവിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ തുടങ്ങി. യേശുവിനെ കുറിച്ച്
ദൈവരാജ്യത്തിന്, ലോകത്തിന് ഇതാ വെളിപ്പെടുത്താൻ തുടങ്ങി. അവൻ ബെത്ലഹേമിൽ ജനിക്കുമെന്നും, അവൻ സ്ത്രീയിൽ നിന്നും കന്യകയിൽ നിന്നും ജാതനാകുമെന്നും, അവൻ കഷ്ടങ്ങൾ സഹിക്കുമെന്നും, അവൻ മനുഷ്യനിൽ നിന്ന് തോന്നാത്ത വിധം വിരൂപനാകുമെന്നും, അവന് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചും അവൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സകല പ്രവർത്തികളെക്കുറിച്ചും സ്നേഹിതനായവൻ അവൻ്റെ പാത്രത്തിൽ കൈയിട്ട് അവനോടുകൂടെ ഭക്ഷിച്ചിരുന്നവൻ അവനെ ഒറ്റിക്കൊടുക്കുമെന്നും, അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും, മഹത്വത്തിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുമെന്നും സകല കാര്യങ്ങളും ഇതാ പ്രവാചകന്മാർ വ്യക്തമായി പ്രവചിച്ചു വച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ, അവരാകട്ടെ അത് എപ്പോഴെന്നും എങ്ങനെയെന്നും ആരായുകയും ചെയ്തു. അവർ നമ്മെ പോലെ മാത്രമല്ല, അവരുടെ ഉള്ളിൽ ഒരു ചെറിയ കാര്യമുണ്ട്. ഇത് എപ്പോഴാ സംഭവിക്കുന്നത്? ഇത് ഏത് സമയത്താണ് സംഭവിക്കുന്നത്? ഇത് ഏത് ദിനം സംഭവിക്കും? അവന്റെ ദിനം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അബ്രഹാം എൻ്റെ ദിനം കാണണമെന്ന് ആഗ്രഹിച്ചു. അബ്രഹാം ആ ദിനം കണ്ടു എന്ന് യേശുക്രിസ്തു പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. താഴോട്ട് വചനം വായിക്കുമ്പോൾ, അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി സുവിശേഷ പ്രസംഗകർ ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ. ഇവയിലേക്ക് എത്തി നോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു. അതായത് മാലാഖമാർ പോലും, ദൂതന്മാർ പോലും എത്തി നോക്കാൻ ഭയക്കുന്ന ഒരു വലിയ കൃപയുടെ, ഒരു വലിയ രക്ഷയുടെ അനുഗ്രഹം പ്രവാചകന്മാർ കണ്ടു. അവർ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കി. യേശുവിന് വേണ്ടി അവർ ഇറങ്ങിത്തിരിക്കാൻ സാധിച്ചു. യേശുവിന് വേണ്ടി പൂർണ്ണമായി അവർ സമർപ്പിച്ചു. ഹെബ്രായ ലേഖകൻ അവൻ്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുക: അവരെ സ്വീകരിക്കാൻ മനുഷ്യന് കഴിഞ്ഞില്ല. അവർ ഗുഹകളിൽ കഴിഞ്ഞു. അവർ പുറത്ത് കാടുകളിലും മറ്റു ഗുഹകളിലുമായി അവർ കഴിഞ്ഞു. അവരെ നിങ്ങൾ വരിഞ്ഞു കൊന്നു. സകല പ്രവാചകന്മാരെയും നിങ്ങൾ കൊന്നു തള്ളി. അവരെ സ്വീകരിക്കാൻ നിങ്ങൾക്കോ അവരെ അനുഭവിക്കാൻ നിങ്ങൾക്കോ സാധിക്കത്തില്ല. കാരണം അവരെല്ലാം എന്നെ കണ്ടവരാണ്, യേശുവിനെ കണ്ടവരാണ് എന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശു ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞ ഒരു കാര്യമുണ്ട്: ലോകത്തിന് നമ്മെ സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം ലോകം നമ്മെ ദ്വേഷിക്കും. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ലോകത്തിൻ്റെ ആത്മാവല്ല. ലോകത്തിന് സ്വീകരിക്കാൻ സാധിക്കത്തില്ല. ലോകത്തിന് അവനെ വെറുക്കാനും അവനെ പുറന്തള്ളാനേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ വചനം വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത്: യേശുവിനെ കണ്ടാൽ നീ മാറും, യേശുവിനെ കണ്ടാൽ നീ മാറും. നമ്മൾ സ്വയം ചിന്തിക്കുക, എത്ര പേര് യേശുവിനെ കണ്ടിട്ടുണ്ട്? ഞാൻ എങ്ങനെ യേശുവിനെ കണ്ടത്? രൂപത്തിലാണോ, ഫോട്ടോയിലാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണോ, വിഗ്രഹത്തിലാണോ എൻ്റെ യേശുവിനെ കണ്ടത്? എനിക്ക് എൻ്റെ യേശുവിനെ എത്രത്തോളം കാണാൻ സാധിച്ചു? എൻ്റെ യേശുവിനെ ഏതൊക്കെ തലത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു? ഏതൊക്കെ രീതിയിൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. യേശുവിനെ യഥാർത്ഥമായി നീ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രവാചകന്മാർ വ്യക്തമായിട്ട് പറയുന്നു, അവനെ പിന്നെ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ പിന്നാലെ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾക്ക്, ജഡത്തിൻ്റെ തിന്മയ്ക്ക് അവന് പോകാൻ സാധിക്കത്തില്ല. കാരണം യേശുവിൻ്റെ ആത്മാവ് അവനുണ്ടെങ്കിൽ അവൻ ലോകത്തിൻ്റെ അല്ല, അവൻ ക്രിസ്തുവിൻ്റെയാണ്, അവൻ കർത്താവിൻ്റെയാണ്, അവൻ ദൈവത്തിൻ്റെയാണ്. അവനൊരു വലിയ മാറ്റമുണ്ടാകും. അവൻ ദൈവത്തിൻ്റെയാണ്. ഇന്ന് ഞാൻ കണ്ടത് ആരെയാണെന്ന് നമ്മളൊന്ന് സ്വയം ചിന്തിക്കുക. കഴിഞ്ഞ 10 വർഷം, 20 വർഷം, 5 വർഷം, 2 വർഷമൊക്കെ ആത്മാവിൽ, വിശുദ്ധിയിൽ, വിശ്വാസത്തിൽ നമ്മൾ കടന്നു വന്നിട്ട് ഞാൻ ആരെയാണ് കണ്ടിരിക്കുന്നത്? യേശുവിനെ തന്നെയാണോ? ക്രിസ്തു യേശുവിനെയാണോ ഞാൻ കണ്ടത്? അതോ മറ്റെന്തെങ്കിലും ആണോ? ഇനിയും ഞാൻ യേശുവിനെ കാണേണ്ടതുണ്ടോ? എന്താണ് ഞാൻ യേശുവിനെ അനുഭവിക്കാൻ ഇനിയും വേണ്ടത് എന്ന് നമ്മളൊന്ന് സ്വയം പരിശോധിക്കുക. യഥാർത്ഥമായ ക്രിസ്തുവിനെ നമ്മളൊന്ന് കാണാൻ ഒരു തീരുമാനമെടുക്കുക. ഹല്ലേലൂയ. എത്ര പേര് ക്രിസ്തുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്? അബ്രഹാം കണ്ടതുപോലെ, മോശ കണ്ടതുപോലെ, മോശ, യെശയ്യാ, പ്രവാചകന്മാർ മുഴുവൻ ക്രിസ്തുവിനെ കണ്ടതുപോലെ യാഥാർത്ഥ്യമായി യേശുവിനെ കാണണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഒന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്നെ ഒന്ന് ഉണർത്തണം, എന്നെ ഒന്ന് ഉണർത്തണം, എന്നെ ഒന്ന് ഉയർത്തണം, എൻ്റെ പഴയ മേഖല എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. ഒന്ന് ഉണർന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേറ്റ് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവുക ശക്തമായിട്ട്.